ഇത് സംരക്ഷിക്കപ്പെടാൻ അതാണ് ഉം. അവിടെ ആഗ്രഹം അങ്ങനെ പ്രാധാന്യമില്ല. ഇതുകൊണ്ട് സാധിക്കില്ല. അവരെ കൊണ്ട് സാധിക്കില്ല. എന്ത് പറ്റി? ഞങ്ങൾ വരുമാനമൊന്നുമില്ല. ഉം. ഞാൻ നേരത്തെ മേസിക് പണിയായിരുന്നു. ഉം. അത് ഒരു 30 വീണും അതൊന്നാണ് ഉം. എല്ലാം കൊണ്ട് വീട് കയറി. ഞാനിവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു അപ്പാപ്പൻ നടന്നു വന്നു. ഒരു തണൽ തേടുകയാണ് ഈ പാപം ഈ വാർദ്ധക്യത്തിൽ. അശരണനും നിരാലംബനുമാണ്. ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പാപ്പൻ ഒരു ജെന്യൂൻ കേസാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു. അവിടെ 1500 പേരോളം ഇപ്പോൾ ഉണ്ടെന്നും സ്ഥലപരിമിതി കാരണം പുതിയ കെട്ടിടത്തിൻ്റെ പണി കഴിയും വരെ നിർവാഹമില്ലെന്നും അവരെന്നോട് പറഞ്ഞു. ദയവായി ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. ഈ അപ്പാപ്പൻ SATക്ക് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമയ്ക്ക് ചുറ്റിപ്പറ്റി തണലുള്ളിടത്ത് ഉണ്ടാകും. എനിക്കെവിടെയെങ്കിലും ഒരു ശരണം തരുമോ എന്നാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്. സഹായിക്കാൻ കഴിയുന്നവരുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തും വരെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ഏ? അസുഖം വന്നതിന് ശേഷം അസുഖം വന്നതിന് ശേഷം വീട്ടുകാർ പിണങ്ങിയോ? അതുകൊണ്ട് സാധിക്കില്ല. അവരെ കൊണ്ട് സാധിക്കില്ല. എന്ത് പറ്റി? ഞങ്ങൾ വരുമാനമൊന്നുമില്ല. ഉം. ഞാൻ നേരത്തെ മേസിക് പണിയായിരുന്നു. ഉം. അത് ഒരു 30 വീണും അതൊന്നാണ് ഉം. എല്ലാം കൊണ്ട് വീട് കയറി. മേസ്തിരി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിടങ്ങൾ പണിയുന്ന കട്ടകെട്ടുന്ന സിമന്റ് ഇട്ട് കെട്ടുന്ന പണിയാണോ? അങ്ങനെ അതിൽ നിന്ന് വീണ് ഈ ഒരു അവസ്ഥയായി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ട് ഇവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ കിടക്കുകയാണ്. അങ്ങനെ കിടന്ന എത്ര കാലം സുരക്ഷയോടെ കിടക്കാൻ പറ്റും? അങ്ങനെ കിടക്കില്ല. ഈ വൃദ്ധസദനം പോലുള്ള ഏതെങ്കിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ആൾക്കാരെ സംരക്ഷിക്കുന്ന, ഇതുപോലുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന ധാരാളം നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും വിളിച്ച് അവരോടൊപ്പം പോവോ? പോവും. ഇപ്പം ആഹാരം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ? ആഹാരം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ ആഹാരമുണ്ട്. ഞാൻ ആഹാരം കഴിക്കില്ല. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ കിടക്കും. ഇവിടെ എവിടെയെങ്കിലും കിടക്കും. രാത്രി എങ്ങനെ കിടക്കുമ്പോ ഇവിടെ നിന്ന് പോകാനൊന്നും പറയില്ലേ ആൾക്കാർ? പിന്നെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഗാന്ധി ആശ്രമം പോലെ ഇങ്ങനെയുള്ള അപ്പാപ്പന്മാരെ സംരക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് ഈ അപ്പാപ്പനെ കൂടെ കൊണ്ടുപോകണം. കാരണം ഇദ്ദേഹം ആരോരുമില്ലാതെ ഇവിടെ ഇങ്ങനെ ഈ മെഡിക്കൽ കോളേജിന്റെ ചുറ്റുവട്ടത്ത് ഒരാളല്ല, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരാളാണ്. നമ്മളന്ന് മറ്റൊരു ആളിനെ കാണാൻ വേണ്ടി അവരുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന സമയത്ത് കണ്ടതാണ് ഈ അപ്പാപ്പനെ. ആരോരുമില്ല എന്നാണ് പറയുന്നത്. ശ്രീകാര്യത്തൊരു വീടുണ്ട്, പക്ഷെ നോക്കാനൊന്നും ആളില്ല. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഗാന്ധി ആശ്രമം പോലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഈ അപ്പാപ്പനെ സംരക്ഷിക്കണം. നമുക്ക് പേരും കാര്യമൊക്കെ ഒന്ന് ചോദിക്കാം. പേരെന്താ? വേണുഗോപാൽ. എത്ര വയസ്സായി? 70. ഈ മൈക്കിൽ എങ്ങനെ പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് എന്നെ സംരക്ഷിക്കണമെന്നൊന്ന് പറഞ്ഞേ. ഇത് സംരക്ഷിക്കപ്പെടാൻ അതാണ് അവിടെ ആഗ്രഹം അങ്ങനെ പ്രാധാന്യമില്ല. ദേശം എന്തെങ്കിലും കഴിക്കാത്തതാണ്. സർവകാരം ചെയ്ത് നല്ലതാണ്. വരുത്തിട്ടാക്കിയ ഞാൻ അവിടെ നിന്നു. അങ്ങനെ ആരെങ്കിലും ഒന്ന് ഈ അപ്പാപ്പനെ ഏറ്റെടുത്ത് കൂടെ ഒന്ന് നിർത്തണം എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. വേറെ കുഴപ്പമൊന്നുമില്ല. വയ്യായിക മാത്രമേ ഉള്ളൂ. കണ്ടാൽ ഈ വേഷവും മറ്റും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആളാണെന്ന്. അങ്ങനെയൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നല്ല ബോധമുണ്ട്, എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ഇപ്പൊ വയ്യ എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. തലചുറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്ന് പറയുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുന്നവർ ഈ അപ്പാപ്പനെ സംരക്ഷിക്കണം. ഇദ്ദേഹം മെഡിക്കൽ കോളേജിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് പോകുന്ന ആ ഭാഗത്താണ് ഞാൻ കണ്ടത്. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നന്ദി. അവിടെ ആ ഭാഗത്ത് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണമൊക്കെ സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ധർമ്മം തേടുന്ന അനാഥർ തങ്ങുന്ന സ്ഥലമാണ്. പക്ഷെ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ശരണം തേടുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനേ എനിക്ക് നിർവാഹമുള്ളൂ. പറ്റുന്നവർ സഹായിക്കൂ.